4 മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളം ആര് ഭരിക്കും? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടിമുടി മാറുകയാണോ? മുന്നണി സമവാക്യങ്ങൾ മാറുമോ? ജാതി സമവാക്യങ്ങൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയമസഭാ സീറ്റിലുമുണ്ടായ മുന്നണികളുടെ തളർച്ചയും വളർച്ചയും അടക്കം സമഗ്രമായി വിലയിരുത്തിയാണ് ഏറ്റവും പുതിയ ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. സ്വാഗതം. 3 വർഷം മുമ്പ് തന്നെ ഒരു പ്രൊഫഷണൽ തെരഞ്ഞെടുപ്പ് ഏജൻസിയെ രംഗത്തിറക്കി കോൺഗ്രസ് നടത്തിയ കരുനീക്കങ്ങൾക്ക് ഫലമുണ്ടായിരിക്കുന്നു എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാവുക. ഏറെ കഠിനാധ്വാനത്തോടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ ഞെട്ടിക്കുന്ന വൻ വിജയമാണ് UDF നേടിയിരിക്കുന്നത്. അപ്രതീക്ഷിത തിരിച്ചടിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന CPIM നേതൃത്വം അടുത്ത 4 മാസത്തിനുള്ളിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള തീവ്ര ശ്രമങ്ങളിലായിരിക്കും എന്ന് ഉറപ്പാണ്. അതേസമയം സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ രംഗത്തിറക്കി BJP നടത്തിയ നീക്കം ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നതിന് സഹായകരമായെങ്കിലും സംസ്ഥാന തലത്തിൽ BJP-യുടെ വോട്ട് വിഹിതത്തിലുണ്ടായ ഇടിവ് ആ മുന്നണിയെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. സർവേയിലെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെ: ഓരോ ജില്ലകളിലും ഓരോ മുന്നണിക്കും നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാനിടയുള്ള നിയമസഭാ സീറ്റുകൾ എത്ര എന്നതാണ് അഭിപ്രായ സർവേ വിലയിരുത്തുന്നത്. കാസർഗോഡ് ജില്ല 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. 2021-ൽ 5-ൽ 3 സീറ്റുകൾ ഇടതുപക്ഷവും 2 സീറ്റ് UDF-ലെ മുസ്ലിം ലീഗുമായിരുന്നു വിജയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ നിലവിലുള്ളതിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. സീറ്റ് നില LDF 3, UDF 2. BJP-ക്ക് നല്ല സ്വാധീനമുള്ള മഞ്ചേശ്വരത്ത് മികച്ച സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കിയാൽ മത്സരം പ്രവചനാതീതമാകും. 1000-ൽ താഴെ വോട്ടിന്റെ മാത്രം ലീഡാണ് മുസ്ലിം ലീഗിന് ആ മണ്ഡലത്തിൽ നിലവിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ്, മഞ്ചേശ്വരം സീറ്റുകളിൽ UDF-ഉം ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ സീറ്റുകളിൽ LDF-ഉം മേൽക്കൈ നിലനിർത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ LDF-ന് 9-ഉം UDF-ന് 2-ഉം സീറ്റുമാണ് ഉണ്ടായിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സിറ്റിംഗ് സീറ്റുകളായ ഇരിക്കൂറിനും പേരാവൂരിനും പുറമെ കണ്ണൂർ സീറ്റിൽ കൂടി UDF ലീഡ് നേടിയിട്ടുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF 3 മുതൽ 4 സീറ്റുകൾ വരെ നേടി നേട്ടമുണ്ടാക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. LDF-നും 6 സീറ്റ് മുതൽ 8 സീറ്റ് വരെ വിജയസാധ്യതയുണ്ടെന്നും BJP 1 സീറ്റിലും വിജയിക്കില്ലെന്നും സർവേ അഭിപ്രായപ്പെടുന്നു. വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിലുള്ള സ്ഥിതി തന്നെ തുടരുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. 2 സീറ്റ് UDF-ഉം 1 സീറ്റ് ഇടതുപക്ഷവും നേടുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലും UDF-നാണ് മേൽക്കൈ. കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും തമ്മിൽ കടുത്ത മത്സരം നടക്കാനിടയുള്ള ജില്ലകളിൽ ഒന്നായിരിക്കും കോഴിക്കോട്. കഴിഞ്ഞ തവണ കൊടുവള്ളിയും വടകരയും ഒഴിച്ച് 11 സീറ്റുകളും നേടിയ ഇടതുപക്ഷത്തിന് ആ വിജയം ആവർത്തിക്കാൻ ഈ തവണ സാധിക്കില്ലെന്ന് സർവേ വിലയിരുത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ലഭിച്ച ജില്ലയാണ് കോഴിക്കോട്. എലത്തൂരും കോഴിക്കോട് നോർത്തും ബേപ്പൂരും ഒഴിച്ച് ബാക്കി 10 സീറ്റിലും UDF-നായിരുന്നു മേൽക്കൈ. ന്യൂനപക്ഷ കേന്ദ്രീകരണം തിരിച്ചടിക്ക് കാരണമായതായാണ് CPIM വിലയിരുത്തൽ. എന്നിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായി ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തി പോരുന്ന ജില്ലയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫലം ഇടതുപക്ഷം നേടുമെന്ന് UDF പോലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് 6 മുതൽ 7 സീറ്റുകൾ വരെയും UDF-ന് 7 മുതൽ 8 സീറ്റുകൾ വരെയും വിജയിക്കുവാനുള്ള സാഹചര്യവും കോഴിക്കോട് നിലനിൽക്കുന്നു. BJP അവിടെയും അക്കൗണ്ട് തുറക്കില്ല. മലപ്പുറം ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ളതും 16 സീറ്റുകളുമുള്ള മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂർ തിരിച്ചുപിടിച്ചതോടെ 13 സീറ്റുകൾ UDF കൈവശവും 3 സീറ്റ് LDF കൈവശവുമാണ്. മലപ്പുറത്ത് ഇടതിന് കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് സൂചന. 16-ൽ 15 സീറ്റിലും UDF-ന് പ്രതീക്ഷ വയ്ക്കാമെന്നും LDF-ന് 1 മുതൽ 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ഒഴിച്ച് മുഴുവൻ സീറ്റിലും UDF ആധിപത്യമായിരുന്നു കാണാനായത്. മലബാറിൽ അവശേഷിക്കുന്ന പാലക്കാട് ജില്ലയിൽ 12 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. നിലവിൽ 12-ൽ 10 സീറ്റും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടാമ്പി, ചിറ്റൂർ, നെന്മാറ മണ്ഡലങ്ങളിൽ കൂടി ലീഡ് നേടാൻ UDF-ന് സാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ UDF ചെറിയ നേട്ടമുണ്ടാക്കുമെന്നും
നിലവിലുള്ള 2 സീറ്റ് 4 സീറ്റായി വർദ്ധിപ്പിക്കുമെന്നും ഇടതുപക്ഷത്തിന് 8 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നുമാണ് സർവേ വിലയിരുത്തുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്ന സാഹചര്യം വന്നാൽ UDFന് പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചടിയേൽക്കുവാനുള്ള സാധ്യത BJPക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ 60 സീറ്റിൽ കഴിഞ്ഞ തവണ 39 സീറ്റ് നേടി ഇടതുപക്ഷം സമ്പൂർണ്ണ ആധിപത്യമാണ് നേടിയിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകളിൽ മാത്രമാണ് മേധാവിത്വം നിലനിർത്താനായത്. ഇത്തവണ 33 മുതൽ 36 സീറ്റുകൾ കരസ്ഥമാക്കി UDF ആധിപത്യം നേടിയേക്കാമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. BJPക്ക് മലബാറിൽ കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും 2 സീറ്റിൽ വിജയ പ്രതീക്ഷയുണ്ട്. നിലവിൽ കയ്യിലുണ്ടായിരുന്ന 18 സീറ്റുകൾ വരെ മലബാറിൽ മാത്രം ഇടതുപക്ഷത്തിന് കൈവിട്ടേക്കാമെന്നും സർവേ പറയുന്നു. ഇനി മധ്യകേരളത്തിലേക്ക് കടന്നാൽ തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള 41 മണ്ഡലങ്ങളാണ് ഉള്ളത്. എക്കാലത്തും UDFനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ജില്ലകളാണ് മധ്യകേരളത്തിലുള്ളത്. 41 സീറ്റിൽ കഴിഞ്ഞ തവണ 26 സീറ്റ് നേടി മേധാവിത്വം നേടിയ ഇടതുപക്ഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടി മധ്യകേരളത്തിലുണ്ടായി. 41ൽ 14 സീറ്റിൽ മാത്രമാണ് മേധാവിത്വം നിലനിർത്താനായത്. തൃശൂർ ജില്ലയിൽ 13 നിയമസഭാ സീറ്റുകളിൽ 2021ൽ 12 സീറ്റിലും വിജയം നേടിയത് ഇടതുപക്ഷമായിരുന്നു. 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ UDFന് സാധിച്ചില്ല. സിറ്റിംഗ് സീറ്റായ ചാലക്കുടിക്ക് പുറമെ ഗുരുവായൂരും തൃശൂരും മാത്രമാണ് ലീഡ് നേടാനായത്. നിയമസഭയിൽ UDF നേട്ടമുണ്ടാക്കുമെന്നും 1ൽ നിന്നും 3 സീറ്റ് വരെ നേടിയേക്കുമെന്നും സർവേ പറയുന്നു. അതോടെ LDF സീറ്റ് തൃശൂരിൽ 10 സീറ്റായി കുറയും. മലപ്പുറം പോലെ തന്നെ എക്കാലവും UDFന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ജില്ലയാണ് 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ 9 സീറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13ആയി വർദ്ധിപ്പിക്കുവാൻ UDFന് സാധിച്ചു. UDFന്റെ കയ്യിലുണ്ടായിരുന്ന തൃപ്പൂണിത്തുറയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് ലീഡ് നേടാനായത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേധാവിത്വം നിലനിർത്താനാകില്ലെന്നാണ് കരുതുന്നത്. 8 മുതൽ 9 സീറ്റ് വരെ UDFും 5 മുതൽ 6 സീറ്റ് വരെ LDFും നേടാനിടയുണ്ട്. ഇടുക്കി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ചിലെ 4 സീറ്റുകളും നേടിയ ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ മാത്രമാണ് മേധാവിത്വം നിലനിർത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഈ മേധാവിത്വം തുടരാനാകില്ലെന്നും 3 മുതൽ 4 സീറ്റ് വരെ LDFും 1 മുതൽ 2 സീറ്റ് വരെ UDFും കരസ്ഥമാക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. കോട്ടയം ജില്ലയിലെ ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ LDFന് 5 സീറ്റും UDFന് 4 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈക്കത്തും പാലയിലും ഒഴിച്ച് 7 സീറ്റിലും UDF ആധിപത്യം നേടിയിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മുതൽ 6 സീറ്റ് വരെ LDF നേടുമെന്നും 3 മുതൽ 4 സീറ്റ് UDFന് വിജയസാധ്യത കാണുന്നുവെന്നുമാണ് സർവേ ഫലം. മധ്യകേരളത്തിലെ 41 സീറ്റിൽ കഴിഞ്ഞ തവണ 26 സീറ്റ് നേടി മേധാവിത്വം നേടിയ ഇടതുപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അതേ നേട്ടം ആവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. 23 സീറ്റ് മുതൽ 26 സീറ്റ് വരെ നേടി ഇടതുപക്ഷം മധ്യകേരളത്തിൽ UDFന്റെ പ്രതീക്ഷകൾക്കുമേൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. UDFന് 15 മുതൽ 18 സീറ്റ് വരെ സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ 4 ജില്ലകളിലായി 39 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 34 സീറ്റും നേടി ഇടതുപക്ഷം മൃഗീയ ഭൂരിപക്ഷം നേടുന്നതാണ് കണ്ടത്. കേവലം 5 സീറ്റ് മാത്രമാണ് UDFന് വിജയിക്കാനായത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തിരിച്ചുവരവ് നടന്നതായി കാണാം. 39ൽ 16 സീറ്റുകളായി വർദ്ധിപ്പിക്കുവാൻ UDFന് സാധിക്കുകയും ഇടതുപക്ഷത്തിന് 21 സീറ്റിലേക്ക് ചുരുങ്ങുകയും BJP നേമം വട്ടിയൂർക്കാവ് എന്നീ 2 സീറ്റിൽ ലീഡ് നേടുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ 9 സീറ്റിൽ 8 സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുപക്ഷത്തിന് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാര്യമായ തിരിച്ചടി ആലപ്പുഴയിൽ സംഭവിച്ചിട്ടില്ല. സിറ്റിംഗ് സീറ്റായ ഹരിപ്പാടിന് പുറമെ കുട്ടനാട് കൂടി ലീഡ് നേടുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. നിയമസഭയിലേക്കും കാര്യമായ മാറ്റം ആലപ്പുഴ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നില്ല. 6 മുതൽ 8 സീറ്റ് വരെ നേടി LDF മേധാവിത്വം നിലനിർത്തുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. കൊല്ലം ജില്ലയിലും നിലവിലുള്ള 11 സീറ്റുകളിൽ 2021ൽ 9 സീറ്റ് LDFനും 2 സീറ്റ് UDFനുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകളായ കരുനാഗപ്പള്ളി, കുണ്ടറ സീറ്റുകൾക്ക് പുറമെ പത്തനാപുരം, ചവറ സീറ്റുകളിൽ കൂടി ലീഡ് നേടാൻ UDFന് സാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ 7 മുതൽ 8 സീറ്റ് LDF നേടുമ്പോൾ
3 മുതൽ 4 സീറ്റ് വരെ UDFിനും വിജയസാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് സാക്ഷ്യം വഹിച്ച ജില്ലയായിരുന്നു പത്തനംതിട്ട. 5-ൽ 5 സീറ്റും തൂത്തുവാരിയ ഭരണമുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന സവിശേഷതയുണ്ട് പത്തനംതിട്ടയിൽ. എന്നാൽ നിയമസഭയിലേക്ക് ഇപ്പോഴും 3 മുതൽ 4 സീറ്റുകൾ വരെ ഇടതുപക്ഷത്തിന് നേടാനാകുമെന്നും 1 മുതൽ 2 സീറ്റ് വരെ UDFിന് നേടാനാകൂ എന്നും സർവേ പ്രവചിക്കുന്നു. കേരളം ആര് ഭരിക്കുമെന്ന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തീരുമാനിച്ചിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ആരാണോ ലീഡ് നേടുന്നത് അവർ കേരളം ഭരിച്ചതാണ് നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14-ൽ 13 സീറ്റും നേടിയ ഇടതുപക്ഷത്തിന് ഈ തവണ ആ ആധിപത്യം നിലനിർത്താനാകില്ല എന്നാണ് സർവേ നൽകുന്ന സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14-ൽ 7 സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് നേടാനായത്. 5 സീറ്റിൽ UDFും 2 സീറ്റിൽ BJPയും ലീഡ് നേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മുതൽ 9 വരെ സീറ്റ് LDFും 1 മുതൽ 3 സീറ്റ് വരെ BJPയും 1 മുതൽ 3 സീറ്റ് വരെ UDFിനും സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും 10 വർഷത്തെ തുടർഭരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 10-ലധികം സീറ്റുകൾ ഇടതുപക്ഷത്തിന് നഷ്ടമാകുമ്പോഴും മേധാവിത്വം തുടരാനാകുമെന്നാണ് വിലയിരുത്തൽ. ആകെയുള്ള 39-ൽ 24 മുതൽ 29 സീറ്റ് വരെ LDFിനും 6 മുതൽ 12 സീറ്റ് വരെ UDFിനും 1 മുതൽ 3 സീറ്റ് വരെ BJPയും വിജയിക്കാമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ൽ നിന്നും കുറച്ചധികം സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ഇടതുപക്ഷം തന്നെ ഭൂരിപക്ഷം നേടുവാനുള്ള സാധ്യതകളാണ് അഭിപ്രായ സർവേയിലെ അന്തിമ പ്രവചനം. നിലവിൽ 99 സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് 73 മുതൽ 84 വരെ സീറ്റെങ്കിലും നേടി അധികാരം നിലനിർത്താനാകുമെന്നും UDFിന് 52 മുതൽ 65 സീറ്റ് വരെയും BJPക്ക് 1 മുതൽ 4 സീറ്റ് വരെയും വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ടെന്നും അഭിപ്രായ സർവേ വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 4 മാസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതുപോലെ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെ മാറിമറിയുവാനുള്ള സാധ്യതകൾ മുന്നിലുണ്ടെങ്കിലും തദ്ദേശത്തിലെ തിരിച്ചടിയിലും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 ലക്ഷം വോട്ടിന്റെ മേധാവിത്വം LDFിനേക്കാളും UDFിനുണ്ടെങ്കിലും അതിൽ 5 ലക്ഷം വോട്ടും മലപ്പുറം ജില്ലയിൽ നിന്നും 1 ലക്ഷം വോട്ടിന്റെ ലീഡ് എറണാകുളം ജില്ലയിൽ നിന്നും മാത്രമുള്ളതാണ്. ബാക്കി 12 ജില്ലകളിലും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് UDFിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഘടകകക്ഷികളെ എത്തിച്ച് മുന്നണി വിപുലീകരിക്കുവാൻ UDF തിടുക്കത്തിൽ ശ്രമിക്കുന്നത്. 99 സീറ്റുമായി തുടർഭരണം നേടിയ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 4.5 വർഷത്തെ പ്രവർത്തനത്തെ ജനം എങ്ങനെ വിലയിരുത്തുന്നു എന്നതു മാത്രമല്ല, ഇപ്പോൾ അതിലേറെ സൂക്ഷ്മമായി പ്രതിപക്ഷ പ്രവർത്തനം കൂടി വോട്ടർമാർ വിലയിരുത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ ഘട്ടത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് സർവേകൾ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, SDPI എന്നിവരുടെ നേതൃത്വത്തിൽ സജീവമായി നടന്നുവരുന്ന ന്യൂനപക്ഷ കേന്ദ്രീകരണം UDFിന് അനുകൂലമായ വോട്ടായി മാറിയിരിക്കുന്നു എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഇതോടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മലബാർ മേഖലയിൽ CPMന് മേൽ മേധാവിത്വം നേടാൻ UDFിന് സാധിച്ചിരിക്കുകയാണ്. മലപ്പുറത്തെയും കോഴിക്കോട്ടെയും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം തെളിഞ്ഞു കാണാനാകും. 5.5 ലക്ഷം വോട്ടിന്റെ മുൻതൂക്കമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം UDFിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഭൂരിപക്ഷ ഈഴവ വോട്ടുകൾക്ക് സ്വാധീനമുള്ള ജില്ലകളിൽ CPMന് ഇപ്പോഴും ശക്തമായ സ്വാധീനമുണ്ടെന്നുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, പാലക്കാട് എന്നീ 6 ജില്ലകളിൽ UDF തരംഗത്തിലും ഇടതുപക്ഷ വോട്ട് ബാങ്കിന് കൂടുതൽ പരിക്കേറ്റില്ല എന്നത് CPMന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി ചില സീറ്റുകൾ പിടിച്ചെടുത്ത് നിയമസഭയിൽ ഈ തവണ തിരിച്ചെത്തുവാനുള്ള BJP ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാക്കുവാനുള്ള സാധ്യതയും അഭിപ്രായ സർവേയിൽ പ്രകടമാണ്.